നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അമ്മേ. എന്തു പറ്റി? ഋതു ഒരാളെ ഇടിച്ചിട്ടു. എന്റെ ഈശ്വര, എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, ആളുകൾ ഓടിക്കൂടി ആകെ ബഹളായി. ആക്സിഡന്റ് പറ്റിയ ആളെ ആംബുലൻസ് കയറി വിട്ടിട്ടുണ്ട്. അയ്യോ, അത്രയ്ക്ക് സീരിയസ് ആണോ? കണ്ടിട്ട് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്ന് തോന്നുന്നേ. ആണോ? ആ, അവിടെ ആളുകളെല്ലാം ചേർന്ന് ഋതുവിന് നേരെ ബഹളം കൂട്ടുമായിരുന്നു. ഒരു വിധത്തിലാ ഞാൻ ഇവളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. നിന്നോടാരാ ഇവിടുന്ന് കാർ എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്? സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഇതിപ്പോ വലിയൊരു പ്രശ്നമാവുന്ന എനിക്ക് തോന്നുന്നേ. ആക്സിഡന്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? അപകട സ്ഥലത്ത് നിന്നും നീ ഇവിടെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നേ? അതെ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലേ? ഇല്ല. അതെന്താ അറിയിക്കാതെ? അല്ല, അറിയിച്ച പോലീസുകാര് ഋതുവിനെതിരെ കേസെടുക്കൂലേ? നമ്മുടെ ഋതു പ്രതിയാവില്ലേ? ഇവള് പ്രതിയാകണം. ഇവൾക്കെതിരെ കേസെടുക്കണം. അപകടം ഉണ്ടാക്കിയ ആൾക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. ഞാൻ ശ്രദ്ധിച്ച കാർ ഓടിച്ചത് ഞാനായിട്ടല്ല അപകടം ഉണ്ടാക്കിയത്. അയാള് എന്റെ കാറിന്റെ മുന്നിൽ വന്ന് വീഴായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോലീസിൽ അറിയിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അപകടം ഉണ്ടായാൽ, അതും ഇത്രയ്ക്ക് ഗുരുതരമായ ഒരു അപകടം ഉണ്ടായാൽ അത് പോലീസിനെ അറിയിച്ചിരിക്കണം. അതാണ് നിയമം. അത് എല്ലാവർക്കും ബാധകമാണ്. പോലീസിനെ ഞാൻ വിളിക്കാം. അയ്യോ പ്രതാപേട്ട, അത് വേണോ? ഋതുവിന് ഒരു അബദ്ധം സംഭവിച്ചതല്ലേ? പോലീസിൽ അറിയിക്കാതെ അപകടം പറ്റിയ ആൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് ഇതങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യണം അല്ലേ? അത് പോരെ ഏട്ടാ? പോരാ. നിയമത്തിന് മറികടക്കാനോ? അതിന് പ്രതാപവർമ്മയെ കിട്ടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാ മതി. പ്രതാപ, നിന്റെ പദവി, നിന്റെ മകളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അത് നിനക്കൊരു അഭിമാനക്ഷത ആവില്ലേ? അതാണ് അഭിമാനം. പ്രതാപവർമ്മ മകൾക്ക് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യില്ലെന്ന് എല്ലാവരും എന്നെ വാഴ്ത്തും. അതാണ് എനിക്ക് വേണ്ടത്. അച്ഛൻ പോലീസിനെ വിളിച്ചോളും. കീഴടങ്ങാൻ ഞാൻ തയ്യാറാ. കീഴടങ്ങാതിരിക്കുന്നത്